നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയമാണ്. 2025 ഒക്ടോബർ മാസം 14-ാം തീയതി, അതായത് 1201 കന്നിമാസം 28-ാം തീയതി കുജവാരം ചൊവ്വാഴ്ച. ഇന്നത്തെ സൂര്യോദയം കാലത്ത് 6:16 തൃശ്ശൂരിൽ, അസ്തമയം വൈകിട്ട് 6:06. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, ഉച്ചയ്ക്ക് 3 മുതൽ 4:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ ചൊവ്വാഴ്ചത്തെ നക്ഷത്രം കാലത്ത് പുണർന്ന നക്ഷത്രമാണ്. ഉച്ചയ്ക്ക് 12 മണി വരെ പുണർന്ന നക്ഷത്രമാണ്. പക്ഷെ തിഥി ഗുണകരമല്ല. കറുത്ത പക്ഷത്തിലെ അഷ്ടമി തിഥിയാണ്. എന്നാൽ ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ കറുത്ത പക്ഷത്തിലെ അഷ്ടമി അത് വെളുത്ത പക്ഷത്തിലായാലും സ്വീകരിക്കാറില്ല. അതിനാൽ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സാമ്പത്തിക വിഷയത്തിൽ, പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയാണ്, തിഥി വളരെ ദുർബലമാണ്. അതിനാൽ മറ്റ് സാമ്പത്തിക ശ്രേയസ് ഉണ്ടാക്കുന്ന വിഷയങ്ങൾക്കൊന്നും സമയം തരുന്നില്ല. ഇന്ന് കാലത്ത് നിങ്ങൾക്ക് ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാകുന്നു പുണർദം നക്ഷത്രം. അതിനാൽ നിങ്ങൾക്ക് ശ്രീരാമസ്വാമിക്ക് തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. വിഷ്ണു സഹസ്രനാമത്തിൽ പാർവതി ചോദിക്കുന്നു, ആരുടെ പേര് ഉച്ചരിച്ചാലാണ് സഹസ്രനാമം 1000 പേരുകൾ പറഞ്ഞ വിഷ്ണുവിന് തുല്യമാകുന്നതെന്ന്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ശിവൻ പാർവതിയോട്. അതിമനോഹരമായ അങ്ങേയറ്റം അർത്ഥവ്യാപ്തിയുള്ളൊരു ശ്ലോകമാണ്. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമൻ്റെ പേര് ഉച്ചരിച്ചാൽ തന്നെ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീ രാമനാമ വരാനന ഓം നമൈതി എന്ന ഈ മന്ത്രം 3 തവണ ഉച്ചരിക്കുകയാണെങ്കിൽ സഹസ്രനാമം ചൊല്ലിയ ഫലം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷം പൂയം നക്ഷത്രമാണ്. ചൊവ്വാഴ്ചയും പൂയം നക്ഷത്രവും വളരെ വിശേഷപ്പെട്ടതാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് വിശേഷപ്പെട്ടതാണ്. തൈപ്പൂയമൊക്കെ വളരെ പ്രസിദ്ധമാണ്. അപ്രകാരം തന്നെ പൂയം ശനീശ്വരൻ്റെ നക്ഷത്രമാണ്. പൂയം മനിയുടെ മുത്രട്ടാതി, ശനീശ്വരൻ ഭരിക്കുന്ന നക്ഷത്രമാണ്. അതിനാൽ അയ്യപ്പസ്വാമിക്ക് നെയ്വിളക്ക് നിങ്ങൾക്ക് സമർപ്പിക്കാം ഇന്ന്. അതിലൂടെ എല്ലാ ഐശ്വര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടാവട്ടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഒരു ഇന്നിനെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.